ഞാൻ നിജേഷിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിപ്പോൾ എത്രയോ കാലങ്ങളായി വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിനെ നയിക്കുന്ന കേരളത്തിലെ രണ്ട് നേതാക്കൾ കെ സുധാകരനും അതുപോലെ തന്നെ വി ഡി സതീശനും ഇവർ തമ്മിലുള്ള ഭിന്നത വളരെ പരസ്യമായി തന്നെ രാഷ്ട്രീയമില്ലാത്ത ആളുകൾക്ക് പോലും, അത്ര രാഷ്ട്രീയം ശ്രദ്ധിക്കാത്തവർക്ക് പോലും മനസ്സിലാകും വിധത്തിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു. അത് മുന്നോട്ട് പോകുന്നു. അവിടെ നിന്ന് പുനഃസംഘടന എന്ന പ്രശ്നം വന്നു. അതിൽ തന്നെ രണ്ട് സമീപനം വരുന്നു. പ്രതിപക്ഷ KPC പ്രസിഡന്റിനെ കൂടെ മാറ്റിയുള്ള പുനഃസംഘടന വേണം, അല്ലെങ്കിൽ അല്ലാത്ത അദ്ദേഹത്തിന് നൽകേണ്ടുന്നൊരു പുനഃസംഘടന, അദ്ദേഹത്തിന് പ്രസിഡൻ്റായിരുന്ന് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പുനഃസംഘടന, ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങൾ വേറെ വന്നു. അത് കഴിഞ്ഞ് ശശി തരൂരിൻ്റെ ഒരു നിലപാട് വിശദീകരണം വന്നതോടുകൂടി അതിനെതിരായി വന്ന തർക്കം, ഇങ്ങനെ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യത്തിലാണ് ദില്ലിയിലെ യോഗം ഇന്ന് നടന്നത്. പക്ഷേ ആ യോഗത്തിൽ നിന്ന് ഈ തർക്കങ്ങൾ പരിഹരിച്ച് ഇതുപോലൊരു നിർണായക രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തീരുമാനവും വന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്നും നേതാക്കൾ ഒറ്റക്കെട്ടായി അങ്ങനെ പോകും എന്ന പതിവ് പ്രത്യാശ പകരുന്ന നിലയിലേക്ക് മാത്രമാണ് അവിടെ നിന്ന് വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. നിജേഷ്, അത് മാത്രമല്ല വേറൊന്നുകൂടുണ്ട്, നിങ്ങൾക്ക് ഭിന്നതയൊക്കെ ഉണ്ട്, അത് ഹൈക്കമാൻഡ് സമ്മതിച്ചു. പക്ഷേ ആ ഭിന്നത ഇനി നാട്ടുകാരോട് വിളിച്ച് പരസ്യമായി പറയരുത്. ഇത് മാത്രമാണ് ദില്ലിയിൽ നിന്ന് സംഭവിച്ചത്. കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ പറ്റി ഏതെങ്കിലും ചാനലിൽ വന്ന് പറയുക എന്നുള്ളത് എന്നെ ഏൽപ്പിച്ച പണിയല്ല. ഞാനത് പറയാൻ തയ്യാറുമല്ല. ഒന്ന്. രണ്ട്, SK സജീഷിന് രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വേണ്ടി ഒരു 15 മിനിറ്റ് കോൺഗ്രസിനെതിരെ പ്രഭാഷണം നടത്തുക അത് കാരണമാവുമെങ്കിൽ എനിക്കും വളരെ സന്തോഷമുള്ളൂ. എൻ്റെ അടുത്ത സുഹൃത്താണ് സജീഷ്. അദ്ദേഹം നന്നായി ഉറങ്ങട്ടെ. അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും ഇതുപോലെ ഗിരി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉറങ്ങിയിട്ടുണ്ട്. നേരം വെളുത്തപ്പോൾ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലമായ പേരാമ്പ്രയിൽ 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട്. 1,15,000 വോട്ട് കാഫിർ ഇറങ്ങിയ കാലത്ത് ഷാഫി പറമ്പിലിന് കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട്ട് 1,67,000 ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കോൺഗ്രസ് തർക്കമാണ്, അടിയാണ്, പിടിയാണ്, പ്രശ്നമാണ്, കണ്ടാൽ മിണ്ടില്ല, ആകെ പ്രശ്നമാണ്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്രത്തോളം ആ ആഖ്യാനങ്ങൾ രചിക്കാൻ കഴിയുമെങ്കിലും അത്രത്തോളം എക്സ്ട്രീം ലെവൽ നിങ്ങൾ രചിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്ന് KPCCയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് കേൾക്കുന്ന പ്രേക്ഷകർ അത് വിലയിരുത്തിക്കോട്ടെ. എന്തായാലും കോൺഗ്രസിനകത്തുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംഘടനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈകുന്നേരം വിനിയോഗിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നോട് കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ ഞാൻ പറയാൻ തയ്യാറാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അത് നിജേഷിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, വൈകുന്നേരം വന്ന വിവരം എന്ന് പറഞ്ഞത് നമ്മളാരെങ്കിലും ആ യോഗത്തിനകത്ത് കയറിയിരുന്ന് അവിടെ കേട്ടത് പകർത്തി എഴുതി വാർത്തയാക്കുന്നതല്ല. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. അത് വന്നത് തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് ഉത്തരവാദിത്വത്തോടെ സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ ഒരു വാചകവും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതേക്കുറിച്ച് കോൺഗ്രസിൻ്റെ വക്താവ് ആ തീരുമാനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിനുശേഷം നേതാക്കൾ പറഞ്ഞതും സ്വാഭാവികമായി ജനങ്ങളോട് വിശദീകരിക്കുക എന്നുള്ള പ്രക്രിയയാണ് ചർച്ചകളിലുള്ളത്. അതിനും താങ്കൾക്ക് വിമുഖതയുണ്ട്, അതിന് താല്പര്യമില്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥമെന്താണെന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിച്ചോട്ടെ എന്ന് എനിക്കും പറയാനാകൂ. AICC തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള നേതാക്കന്മാരെ വിളിക്കുക എന്നൊരു പ്രോസസ് ബലഗാവി സമ്മേളനത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആസാമിലായിരുന്നു, ഇന്ന് കേരളമാണ്, ബീഹാർ വരുന്നുണ്ട്, ബംഗാൾ വരുന്നുണ്ട്. അത് ഞങ്ങളുടെ ഒരു സംഘടനാ പ്രോസസ്സാണ്. ആ സംഘടനാ പ്രോസസ്സിന്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വളരെ കൃത്യമായി നല്ല ഇംഗ്ലീഷ് ഭാഷയിൽ ദീപദാസ് മുൻഷി യോഗ തീരുമാനങ്ങളുടെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടുള്ള പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അതിലേതെങ്കിലും രീതിയിലുള്ള കോൺട്രവേഴ്സി ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കോൺട്രവേഴ്സി ഞാൻ പറഞ്ഞില്ലല്ലോ. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ അതിന് ശേഷം ഇപ്പോൾ ക്ഷണിതാവായിട്ടുള്ള പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല, ACL സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ, ഇവരൊക്കെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്ത് തന്നെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അത് താങ്കൾ പറഞ്ഞ പോലൊരു സമീപനമല്ല അവരാരും എടുത്തത്. അതിൽ രമേശ് ചെന്നിത്തല വളരെ സ്പഷ്ടമായി പറഞ്ഞു, കോൺഗ്രസിൽ നേതാക്കൾ ഒറ്റക്കെട്ടായി പോകുമെന്ന് പറയുന്നതിനർത്ഥം ഒറ്റക്കെട്ടായി പോകാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നുവെന്നും ആ സാഹചര്യങ്ങളൊക്കെ ഈ ചർച്ചകളിൽ എവിടെയൊക്കെയോ വന്നിട്ടുണ്ട് എന്നുമല്ലേ പിന്നീട് ഈ യോഗത്തിന് ശേഷം ഇറങ്ങി വന്നൊരു നേതാവ് പറഞ്ഞാൽ സാമാന്യമായി ചിന്തിക്കുക. നിജേഷ്, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കകത്ത് കോൺഗ്രസ് പാർട്ടിയിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. ഇന്നലെ ശ്രീ VD സതീശൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ആ ചർച്ചയിൽ പങ്കാളിയല്ല, ബാക്കിയുള്ളവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ
ഏതെങ്കിലും രീതിയിലുള്ള ഭിന്നിപ്പ് കോൺഗ്രസിനകത്തുണ്ട് എങ്കിൽ അത് ഇല്ല എന്ന് പുറത്തു പറയേണ്ട ഉത്തരവാദിത്വം മാത്രമാണ് അവർ നിറവേറ്റിയിട്ടുള്ളത്. ഓക്കെ. അതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ ആഗോള പ്രശ്നമായി ഞങ്ങൾ കാണുന്നില്ല. കേരളത്തിലെ ഒരു വിഷയത്തിനകത്തും ഞങ്ങൾ തമ്മിൽ തർക്കമില്ല. ഇനി ഓക്കെ. കോൺഗ്രസിനകത്ത് ഏതെങ്കിലും വിഷയങ്ങൾ അഭിപ്രായം പറയുന്നത് ഒരു കാലാകാലത്തേക്ക് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തു നിർത്തുന്ന പ്രക്രിയയുമല്ല. നമ്മൾക്ക് തന്നെ അറിയാവുന്ന, ശരത്തിനും അറിയാം, എനിക്കും അറിയാം, കോൺഗ്രസ് രാഷ്ട്രീയം കത്തി പടർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കത്തി പടർന്ന കാലഘട്ടം, തെരുവിലേക്ക് പ്രകടനങ്ങളും സമ്മേളനങ്ങളുമായി പോയ കാലഘട്ടം. അവിടെ നിന്നൊക്കെ കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട്. കോൺഗ്രസ് തിരിച്ചു അല്ല വന്നിട്ടുണ്ട്. കോൺഗ്രസ് നിന്ന് നികേഷ്, പുറത്താക്കിയാലും ഞങ്ങൾ ഞാൻ പിറകെ പോയി എൻ്റെ സംശയം വെട്ടിക്കൊന്നിട്ടില്ല. കൊണ്ടാണ് നിങ്ങൾ ഈ വെട്ടിക്കൊന്നിട്ടില്ല. പറഞ്ഞതുപോലെ യെസ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയാണെന്ന് പറയുന്ന ഒരു യോഗത്തിന് ശേഷം ജനങ്ങളിലേക്ക് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയമായി നിങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചില മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായം പറയാൻ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടാകും, സ്വാഭാവികമാണ്. ഹൈക്കമാൻഡ് ഇക്കാര്യം നിരീക്ഷിക്കും. മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള പരസ്യ പ്രസ്താവന വിലക്കി. ഇതൊക്കെ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയിലല്ല, ഒരു പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നമാണ്, തർക്കം അത്രമേൽ ഉണ്ട് എന്നത് തന്നെയല്ലേ അതിൽ. അതുപോലെ തന്നെ നികേഷ് പറഞ്ഞില്ല, പാർട്ടിയിൽ ഐക്യമില്ലെന്ന് തെറ്റായ വാർത്ത നൽകുന്ന മാധ്യമ വിമർശനം നടത്തേണ്ടി വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിനകത്ത് സമ്പൂർണ്ണ ഐക്യം ഉണ്ടാകാൻ ആഹ്വാനം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് നികേഷേ? ഇത് കെ സി വേണുഗോപാൽ പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ഹൈക്കമാൻഡിൻ്റെ കർശനമായ നിരീക്ഷണം ഉണ്ടാകും എന്നൊക്കെ പറയുന്നതാണോ താങ്കൾ പറഞ്ഞ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയിൽ? അല്ല, കഴിഞ്ഞ കുറച്ച് ദിവസമായി ശ്രീ ശശി തരൂരുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നു. വൈകുന്നേരത്തെ ചർച്ചയായി, പല ചർച്ചകളായി. ശശി തരൂർ ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ പറഞ്ഞ കാര്യമല്ല അഭിമുഖത്തിൽ വന്നിട്ടുള്ളത്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞു. ആ പത്രം ഖേദം പ്രകടിപ്പിച്ചു. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പേരെടുത്തുകൊണ്ട് ശ്രീ സജീഷ് സംസാരിക്കുന്നുണ്ട്. സജീഷെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ അത് പറയുന്നത് ശരിയാണെന്ന് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. അപ്പൊ കോൺഗ്രസിനകത്ത് ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു മെസ്സേജാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണെങ്കിലും ശരി, അതിനു മുമ്പുള്ള പാലക്കാട് ബൈ ഇലക്ഷൻ ആണെങ്കിലും ശരി, ഞങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഏതെങ്കിലും തലത്തിൽ വെച്ച്, ഏതെങ്കിലും വിഷയത്തിൽ വെച്ച് രണ്ട് അഭിപ്രായങ്ങൾ തദ്ദേശത്തിൽ ഇല്ല. നിങ്ങൾക്ക് മേധാവിത്വം പിന്നെ ഇല്ലല്ലോ. ഞങ്ങൾ ആകെ 30-ൽ തദ്ദേശത്തിൽ ഞങ്ങൾ 17ഇടത്തും ജയിച്ചത് അല്ല LDF അല്ലേ? അങ്ങനെയല്ല നോക്കേണ്ടത്. പിന്നെ നേരത്തെ 22 സീറ്റിൽ ജയിച്ച LDF, അങ്ങനെ പറയും. 20 ജയിച്ചത് 17. ഞങ്ങൾ 5 പിടിച്ചു, BJP 3 പോയി, പുതുതായി പിടിച്ചെടുത്തു. കോഴിക്കോട്ടെ പുറമേരിയിൽ സജീഷിന്റെ വീട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ അപ്പുറത്തുള്ള അല്ല, പുറമേരിയിൽ ഒരിക്കലും ജയിക്കാത്ത അതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാലേ, പിടിച്ചത്. 30 ഭൂരിപക്ഷം കിട്ടുമ്പോഴാണ് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന് ഒരു നേട്ടം പറയാനാവുക. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു 10 ഞങ്ങൾ 12ആയി. പക്ഷേ അപ്പോഴും ആകെ നമ്പറിൽ മുൻപിൽ നിൽക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്, 30-ൽ 17. അതിലൊരു കാര്യം കൂടി, അപ്പോൾ രസകരമായി കേട്ട ഒരു കമന്റ്, അത് ശരി 40-ൽ നിന്ന് 42 MLA-മാരെ ആക്കി നിങ്ങൾ ഭരണം പിടിക്കും എന്ന് പറയുന്നത് പോലെയാണിത് എന്ന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ നല്ല രസകരമായി കമന്റ് ചെയ്യുന്നത് കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ് വിജയിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള കഴിഞ്ഞ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അല്ല, അതുകൊണ്ടല്ല, ഞങ്ങൾ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരത്തെ എത്ര സീറ്റ് കിട്ടി, അതിൽ നിന്ന് മുന്നോട്ട് പോയോ, ഇതേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഏതെങ്കിലും സീറ്റ് 1-2 വോട്ടുകൾക്ക് പരാജയപ്പെട്ട സീറ്റ് എങ്ങനെ പോയി, അതേ ഞങ്ങൾ പഠിക്കുന്നുള്ളൂ. ശരി.